Hi friends, is medical coding a programming language? കുറേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു ജാവാസ്ക്രിപ്റ്റ്, പൈത്തൺ അങ്ങനെയുള്ള കോഡിംഗ് പ്രോഗ്രാമിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് മെഡിക്കൽ കോഡിംഗ് എന്ന്. ദാറ്റ് ഈസ് ടോട്ടലി എ റോങ് തിങ്. ഇറ്റ് ഈസ് നോട്ട് എ റൈറ്റിംഗ് ലാംഗ്വേജ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു റൈറ്റിംഗ് സോഫ്റ്റ്വെയറോ ഒന്നുമല്ല മെഡിക്കൽ കോഡിംഗ്. Medical coding, it's purely a transformation of medical documents into unified medical codes. ഇതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? We try to narrate the story of a patient. ഒരു പേഷ്യന്റ് ഒരു ഡോക്ടറിന്റെ ഫെസിലിറ്റിയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫിസിഷ്യൻ ഓഫീസിലേക്ക് കടന്നു വരുമ്പോൾ വാട്ട് ഓൾ കണ്ടീഷൻസ് ഹി ഈസ് ഹാവിംഗ്, ആ സൈൻസ് ആൻഡ് സിംറ്റംസ് അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്തൊരു ഡയഗ്നോസിസിലേക്ക് ഡോക്ടർ ആഫ്റ്റർ ദ ഫിസിക്കൽ എക്സാമിനേഷനും ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റും ഒക്കെ ചെയ്തതിന് ശേഷം അതിനെ ഒരു ഡെഫിനിറ്റീവ് ഡയഗ്നോസിസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പേഷ്യന്റിന് ആവശ്യമായ മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. എന്തൊക്കെ ലാബ് ടെസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് അഡ്വൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് വിസിറ്റിനെ നറേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റോറിയെ ഏതൊരു ലാംഗ്വേജിലുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണലിനും മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ഒരു യൂണിഫൈഡ് കോഡിംഗ് സിസ്റ്റമാണ് മെഡിക്കൽ കോഡിംഗ്. ഞാനപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇഫ് എ പേഷ്യന്റ് കംസ് ടു എ ഹോസ്പിറ്റൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫിസിഷ്യൻ ഓഫീസിലേക്ക് കഫായിട്ടുള്ള ഒരു പേഷ്യന്റ് വരികയാണ്. സ്ലൈറ്റ് ടെമ്പറേച്ചറും ഉണ്ട്. പേഷ്യന്റ് വന്നതിന് ശേഷം ദ വൈറ്റൽ സൈൻസ് വിൽ ബി ടേക്കൺ. ഡോക്ടറിന്റെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ഫിസിക്കൽ എക്സാമിനേഷനും അതുപോലെ തന്നെ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റും ഡോക്ടർ ഈ പേഷ്യന്റിന് വേണ്ടി ചെയ്യുന്നു. And doctor came up with the diagnosis acute upper respiratory tract infection. So, patient diagnosis acute upper respiratory tract infection ആണ്. ഇത് ഇംഗ്ലീഷിൽ നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ acute upper respiratory tract infection എന്ന് നമ്മൾ പറയും. പക്ഷേ ഇൻ സം അതർ ലാംഗ്വേജസ് ഈ ഒരു ഡയഗ്നോസിസിന് ഡിഫറെന്റ് നെയിംസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇംഗ്ലീഷ് മനസ്സിലാകാത്ത പ്രൊഫഷണൽസ് കാണും, അതുപോലെ തന്നെ പല ലാംഗ്വേജസ് യൂസ് ചെയ്യുന്ന പ്രൊഫഷണൽസ് കാണും. ഈ ഒരു സെറ്റിങ്ങിൽ ഈ അക്യൂട്ട് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള പേഷ്യന്റിന് വേണ്ടി നമ്മൾ മെഡിക്കേഷൻസ് ലൈക്ക് ആന്റിബയോട്ടിക്സ് ഡോക്ടർക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ CBC CRP തുടങ്ങിയ ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ഓർഡർ ചെയ്യാം. ഇങ്ങനെയുള്ള ആ ഒരു ടോട്ടൽ വിസിറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ പേഷ്യന്റിന് വേണ്ടി ചെയ്യുന്നു, ഈ കാര്യങ്ങളെ എല്ലാം ഏതൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലും മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു ഇന്റർനാഷണലി യൂണിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ കോഡിംഗിലേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ കോഡ്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതാണ് medical coding. It's not a writing software or a programming language. Hope you got it.